അപ്പോൾ ഹായ് ഡിയേഴ്സ്. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ കഴിഞ്ഞു. വലിയൊരു ഉത്സവം എന്ന് പറയുന്ന ഓണം നമ്മുടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഞാനും ഓണമൊക്കെ നന്നായിട്ട് ഗംഭീരമായിട്ട് ആഘോഷിച്ചു. ചെന്നൈയിലായിരുന്നു. ഓണത്തിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ അതിന് മുമ്പായിട്ടേ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം വന്നു. കാരണം എന്താണെന്നറിയോ, ഇതെന്നെ വല്ലാതെ ഞെട്ടിച്ചു. വെറുതെ പറഞ്ഞാൽ പോലെ നല്ലോണം ഞെട്ടിച്ചു. എന്താ വെച്ചാൽ ഒരു സിനിമയാണ് കേട്ടോ. അപ്പോൾ ചെന്നൈയിൽ പോയപ്പോൾ മോള് പറഞ്ഞൊരു സിനിമ കാണാൻ പോകാമെന്ന്. അപ്പം ഞങ്ങളവിടെ എന്താണത്, എയർപോർട്ട് ഹബ്ബോ എന്തായിക്കോട്ടെ, അതിനകത്ത് PVR പറഞ്ഞ തിയേറ്ററിലാണ് ഞങ്ങൾ സിനിമ കാണാൻ പോയത്. ഒരു സിനിമയുടെ കുറച്ച് കാര്യങ്ങൾ ഒരു റിവ്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ആ സിനിമയുടെ നിങ്ങൾക്ക് എല്ലാവരും കണ്ടിട്ടുള്ള ആ സിനിമയായിരിക്കും. എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല, ചിലർ കാണാൻ പോകുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ മൂവി റിവ്യൂ ചെയ്യുന്നത് ടുഡേ. ഓക്കെ, പേര് ലോക, ചാപ്റ്റർ 1 ചന്ദ്ര. പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ഭയങ്കര ബഹളവും കയ്യടിയൊക്കെ. എൻ്റെ സ്ക്രീൻ വന്നപ്പോൾ തന്നെ കയ്യടിയായിരുന്നു. ഞാൻ ആക്ച്വലി ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് എന്താ പറയുക, എന്തോ ഒരു ഫാൻറ്റസി വേൾഡിൽ പോയ പോലെ. സാധാരണ നമ്മളൊരു സിനിമ കാണും, ഫാമിലി സിനിമ, കോമഡി, അല്ലെങ്കിൽ സങ്കടം, അല്ലെങ്കിൽ ഗുഡ് എൻഡിങ്, അല്ലെങ്കിൽ ബാഡ് എൻഡിങ് ഒക്കെ ആയിട്ട്. പക്ഷേ ഈ സിനിമയിലെ ഇത് എന്താണെന്ന് പറയാൻ എനിക്ക് സത്യം പറഞ്ഞാൽ അത് കണ്ടാൽ അതിൻ്റെ അനുഭവം വരുള്ളൂ. എങ്കിലും ഞാൻ നിങ്ങളെ ഒരു ഗ്ലിംസ് അതിൽ കൂടെ ഒന്ന് ഓടിച്ചു കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഫാൻറ്റസി സിനിമയാണ്. അപ്പോൾ ഇതിലെ കഥാപാത്രങ്ങളൊക്കെ വളരെ വിഭിന്നമായ വിചിത്രമായ കഥാപാത്രങ്ങളാണ്. അയ്യോ, എനിക്കത് കണ്ടപ്പം ആകെ എന്താ പറയുക, എവിടെയൊക്കെയോ പോയി, ഏതൊക്കെയോ ലോകത്തേക്ക് തിരിച്ചു പോയി, പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകാൻ ഒരു ഇതായിരുന്നു. ഈ സിനിമയിൽ എന്നെ ഞെട്ടിച്ച കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ വിചാരിക്കാത്തൊരു ലോകത്തേക്ക് നമ്മൾ പോയ പോലെ തോന്നി. അപ്പം ഞാനിങ്ങനെ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നന്ദുവിനോട് ചോദിച്ചു. നന്ദുവും ഞാനും വിദ്യയും ശിവേട്ടനും കൂടെ പോയത്. അപ്പം ഞാൻ ചോദിച്ചു, നന്ദു ഇത് എന്ത് സിനിമയാണിത്, ഇങ്ങനെ ഒരു വിചിത്രമായ സിനിമ? അപ്പം അവൻ പറഞ്ഞു, മാർവൽ സ്റ്റോറീസൊക്കെ പോലെയുള്ളതാണെന്ന് പറഞ്ഞു. മാർവൽ സ്റ്റോറിയോ? അതെന്താ സംഭവം? ഇപ്പോഴത്തെ ജനറേഷൻ്റെ കാര്യമാണ് തോന്നുന്നു അല്ലേ? ഇപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, അമ്മയ്ക്ക് അറിയാലോ, അയൺമാൻ, സൂപ്പർമാൻ, സ്പൈഡർമാൻ, ഹൾക്ക് എന്നൊക്കെ അങ്ങനെയുള്ള സൂപ്പർ ഹീറോസിൻ്റെ കഥകളാണ് പറഞ്ഞത്. നമ്മൾ പണ്ട് ശക്തിമാനൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇപ്പോഴത്തെ ഈ പുതിയ മാർവൽ ഇതൊന്നും 50 years and above ഉള്ള എന്നെ പോലുള്ള ആളുകൾക്കൊന്നും അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സൂപ്പർ ഹീറോസിൻ്റെ പടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, നമുക്ക് കണ്ടത് മനസ്സിലാവുമോ എന്നുള്ളൊരു സംശയം എൻ്റെ മനസ്സിൽ വന്നു. പക്ഷെ കണ്ടപ്പോഴേ ഈ 50 അല്ല, ഇനി 90-ലാരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ വേണ്ട 100-ലാണെങ്കിലും ഒരാളിവിടെ ഉണ്ടെങ്കിൽ അവർക്ക് പോലും പരിചയമുള്ള കഥാപാത്രങ്ങളാണിത്. ഈ സൂപ്പർ ഹീറോസ് അല്ലെങ്കിൽ ഇതിൽ വന്നിരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സും നമ്മളുടെ പഴയ കാലത്തെ ആളുകളാണ്. അപ്പം അത് ഈ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. വളരെ വിചിത്രമായ ഒരു ഫാൻറ്റസി ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു വ്യത്യസ്തമായ ഒരു സിനിമയാണ്. ഇപ്പം ഞാൻ ഈ റിവ്യൂ ചെയ്യുന്ന സമയം കൊണ്ട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എങ്കിലും ഞാനിന്ന് ഈ സിനിമയുടെ ഒരു മൂവി റിവ്യൂ ചെറിയ രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നത്. ഓണവിശേഷങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ, അതൊക്കെ നമുക്ക് പിന്നെയും സദ്യ ഉണ്ടതും പൂക്കളൊക്കെ ഇട്ടതൊക്കെ അറിയാം. പക്ഷേ ഈ സിനിമ കണ്ടു വന്ന പിന്നെ എനിക്കിത് പറയാതെ തീരെ വയ്യ, മനസ്സിൽ കിടക്കണില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് മുന്നിൽ പറയാറ്. ഓക്കെ, ഇത് നിർമ്മാണം ചെയ്തിരിക്കുന്ന ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയണമെങ്കിൽ എനിക്ക് കുറിപ്പടി വേണം കേട്ടോ. അത് നോക്കി വായിച്ചാലേ മനസ്സിലാവുള്ളൂ. പെട്ടെന്ന് എല്ലാം പറയാൻ പറ്റില്ല. അപ്പം എൻ്റെ ഒരു ചെറിയ കുറിപ്പടി ഉണ്ട്, അപ്പോൾ ഞാൻ അത് നോക്കിയിട്ട് പറയാം കേട്ടോ. ഇത് ചാപ്റ്റർ 1 ചന്ദ്ര എന്നാണ് കേട്ടോ. അപ്പോൾ ഇനി എത്ര ചാപ്റ്റേഴ്സ് വരാനുണ്ടെന്ന് അറിയില്ല. ഇത് തുടക്കമാണ്. ഇതുപോലെ ഫാൻറ്റസി മൂവീസൊക്കെ ഇനി കുറേ അധികം ഇതുപോലെ സൂപ്പർ ഹീറോസോ ഹീറോയിൻസൊക്കെ വെച്ചിട്ട് കുറേ മൂവീസ് വരികയായിരിക്കും. പക്ഷെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് സൂപ്പർ ഹീറോ അല്ല കേട്ടോ, സൂപ്പർ ഹീറോയിനാണ് ഇതിൻ്റെ മെയിൻ. ഒരു സ്ത്രീക്ക് അത്രയും പ്രാധാന്യം നൽകിക്കൊണ്ട്, ഒരു സ്ത്രീ സൂപ്പർ ഹീറോയിന് ഒരു പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു മൂവിയാണ്. അതിൽ നമ്മൾക്ക് ഏറ്റവും പ്രിയങ്കരിയായ, നമ്മൾ കുറേ കാലമായി കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം ഡയറക്ടർ പ്രിയദർശൻ്റെയും ആക്ട്രസ് ലിസിയുടെയും മകളായ കല്യാണി പ്രിയദർശനാണ് ഇതിൽ മെയിൻ ക്യാരക്ടർ സൂപ്പർ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നത്. ആ കുട്ടിയുടെ അഭിനയമൊക്കെ പറഞ്ഞാൽ പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, അത്രയും ഒഴുകിയാണ് ആ അഭിനയമൊക്കെ. കൂട്ടത്തിൽ ആ കുട്ടിയുടെ കൂടെ അഭിനയിച്ച മസ്ലീനാണ്. അവനും മികച്ചൊരു നടനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവന് പ്രത്യേകിച്ചൊരു ഇഷ്ടമുണ്ട് കേട്ടോ.
ആരും കേൾക്കാത്ത പറയാം. നന്ദുവിൻ്റെ ഒരു ചായയില്ലേ അവന്. നിങ്ങൾ നന്ദുവിനെ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ എപ്പോഴും അവനെ കാണുമ്പോൾ എനിക്ക് നന്ദു അഭിനയിക്കുന്ന പോലെ ഒരു തോന്നൽ വരാറുണ്ട്. ഏകദേശം പ്രായം കൊണ്ട് ഒരേപോലെ കേട്ടോ. അവന് 1 വയസ്സിന് മൂത്തതേ ഉള്ളൂ. മൂത്തത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യമുണ്ട്. ഈ സിനിമയിൽ പല പ്രാവശ്യം പറയുന്നൊരു വേർഡാണ് മൂത്തോൻ പറയണ്ടേ. ഈ മൂത്തോൻ എന്ന ക്യാരക്ടർ ആരാന്നുള്ളത് ശബ്ദം കൊണ്ട് മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. എങ്കിലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പറയൂ കേട്ടോ, കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് അറിയണമെങ്കിൽ അത് കമൻറ്റ് ചെയ്യൂ. ഏറ്റവും നമുക്ക് വളരെ വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു സൗണ്ടാണത്. കേൾക്കാൻ ഇമ്പമുള്ളൊരു സൗണ്ടാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ കുറിപ്പടി ഇല്ലാതെ പറ്റില്ല. നിർമ്മാണം പ്രൊഡ്യൂസർ ദുൽഖർ സൽമാനും പിന്നെ ഇതിൻ്റെ സംവിധാനം ഡൊമിനിക് അരുൺ പറയുന്ന ഡയറക്ടറാണ്. രണ്ടാളും മികച്ച ആളുകളാണ്. പ്രൊഡ്യൂസർ ദുൽഖർ സൽമാൻ നമ്മുടെ മമ്മൂട്ടി സാറിൻ്റെ മകൻ. അതുപോലെ ഈ സിനിമ എന്തായാലും 100 കോടിയിലധികം ബോക്സ് ഓഫീസ് ഹിറ്റ് എന്നാണ് പറയണത്. വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയ്ക്ക് ആവുമല്ലോ തീർച്ചയായിട്ടും. ഇത് 100 കോടി അല്ല, അതിൻ്റെ അപ്പുറത്ത് കോടി വാങ്ങിച്ചാലും നമ്മൾ അതിശയപ്പെടാനൊന്നുമില്ല. അത്രയും കലക്കൻ സിനിമയാണത്. ആദ്യം മുതൽ അവസാനം വരെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു വളരെ ഫ്ലോയിൽ വലിയ സ്ട്രെസ്സൊന്നും ഇല്ലാതെ ഇങ്ങനെയാണ്. പിന്നെ ഈ കഥാപാത്രം ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ, നന്ദു പറഞ്ഞ പോലെ മാർവൽ സ്റ്റോറീസ് അല്ലെങ്കിൽ മാർവൽ ഹീറോസ് ഇതിൻ്റെ തീമാണെങ്കിലും നമ്മൾക്കിത് എങ്ങനെയാണ് അറിയാമെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല 50 വയസ്സായാലും 60 വയസ്സായാലും 90 ആയാലും 100 വയസ്സായുള്ളവർക്കും ഈ സിനിമ നമുക്ക് മനസ്സിലാവും. കാരണം ഈ കഥാപാത്രങ്ങൾ നമ്മളുടെ വീട്ടിൽ നമ്മളൊക്കെ ചെറുതായിരിക്കുമ്പോൾ പല പ്രാവശ്യം വന്നിട്ടുള്ള ആൾക്കാരാണ്. എങ്ങനെയാണെന്നല്ലേ, കുട്ടികൾ രാത്രി ഭക്ഷണം കഴിക്കാതിരിക്കുകയോ ഉറങ്ങാതിരിക്കുകയോ വാശി പിടിക്കുകയോ പുറത്തു പോകാൻ വാശി പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാർ കുട്ടികളെ ഈ പേര് പറഞ്ഞിട്ടൊക്കെയാണ് കൺട്രോളിൽ വെക്കണം. ഏകദേശം പിടികിട്ടിയിട്ടില്ലെങ്കിൽ സിനിമ കാണുക. ഇറ്റ്സ് എ വണ്ടർഫുൾ മൂവി. അത്രയും ത്രില്ലിംഗ് ആണ് ഈ സിനിമ. അതിൻ്റെ എല്ലാം, അതിൻ്റെ കൊറിയോഗ്രാഫി ആണെങ്കിലും അതിൻ്റെ എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുള്ളി ചെയ്ത ഒരു സിനിമയാണ്. എനിക്ക് ആധികാരികമായ ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാൻ അറിയില്ല. എങ്കിലും ഞാൻ എൻ്റെ കുറിപ്പടിയിലേക്ക് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഒരു സൂപ്പർ ഹീറോ ഫാൻറ്റസി സിനിമയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്ത്രീ കഥാപാത്രമാണ്. ചന്ദ്ര എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. കല്യാണി അഭിനയിക്കുന്ന പേര് ചന്ദ്ര എന്നാണ്. പഴയ കേരളത്തിലെ കുറേ ഐതിഹ്യങ്ങളെയും നാടൻ കഥകളും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് കാലത്ത് ഇവരൊക്കെ വന്നിട്ടുണ്ട്. ചെറിയ രീതിയിലൊക്കെ നമ്മളെ പേടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വഭാവത്തിലൊക്കെ കുറച്ച് കൺട്രോളൊക്കെ വരുന്നവരുടെയൊക്കെ പേര് കേൾക്കുമ്പോൾ തന്നെയാണ്. പിന്നീട് നമ്മളതൊരു കഥകളായിട്ടും സീരീൽസൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രയും ഇങ്ങനെയൊക്കെ ഇപ്പോഴും ആ പഴയകാല കഥാപാത്രങ്ങൾ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള കഥാപാത്രങ്ങൾ ഇപ്പോൾ ഇങ്ങനെ സ്ക്രീനിലൊക്കെ വരുമ്പോൾ അത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി സിനിമയാണ്, പോയി കാണുക. കിഷൻ രവിയുടെ ഛായാഗ്രഹണം, ജാക്സ് ബിജോയുടെ സംഗീതവും സിനിമയ്ക്ക് ഒരു മാന്ത്രിക അനുഭവം നൽകുന്നു. പിന്നെ ഏതായാലും എന്ത് നല്ലത് ചെയ്താലും ഒരു വിമർശനം ഉണ്ടാവുമല്ലോ, അത് സ്വാഭാവികം. കാരണം നമ്മൾക്ക് മനുഷ്യരാണ്. വിമർശനം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫെദർ ഇൻ ദി ക്രൗൺ എന്ന് പറയുന്ന പോലെയാണ്. അത് പറഞ്ഞാൽ നമുക്ക് മലയാളികൾക്ക് ഉറക്കം വരില്ല. അപ്പോൾ അതുകൊണ്ട് അതും ഉണ്ടാവുകയാണെങ്കിലും, പക്ഷേ ആ വിമർശനങ്ങളൊക്കെ മറികടന്നുകൊണ്ട്, ആ വിമർശനങ്ങൾ പറയാൻ പോലും നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ ചിത്രം മുന്നോട്ട് കുതിച്ചു പായുന്നു എന്ന് തന്നെ പറയാം. ലോക ചാപ്റ്റർ 1 ചന്ദ്ര. അപ്പോൾ അതിൻ്റെ ചാപ്റ്റേഴ്സ് ഇനിയും കൂടുതൽ വരും. അതുകൂടാതെ ഈ സിനിമയിൽ ഇപ്പം കല്യാണി, നസ്ലിൻ ആക്ടേഴ്സ് ഉള്ള പോലെ നിരവധി ആക്ടേഴ്സ് ഉണ്ട് കേട്ടോ. അതിൽ കുറേയധികം ആക്ടേഴ്സ് വിവിധ കഥാപാത്രങ്ങളായിട്ട് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസിലൊക്കെ ഞാൻ പോകുന്നില്ല, അതൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അതുപോലെ സംഗീതം, പാശ്ചാത്യ സംഗീതം, അതുപോലെ മ്യൂസിക്കൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ആണ് കൊറിയോഗ്രഫി ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായാണ് ആ ചിത്രത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് കാണാൻ പറ്റുക. നമ്മളെ ബോറടിപ്പിക്കാതെ മുഴുനീളം ആ ചിത്രത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ സംവിധായകന് പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സിനിമയിൽ കൂടെ കണ്ട് മനസ്സിലാക്കാം. വണ്ടർഫുൾ ഒരു എൻ്റർടൈനിങ് ഒരു ഫാൻറ്റസി മൂവിയാണ്. അപ്പോൾ എല്ലാവരും കാണുക.
അപ്പോൾ ഇത് ഞാനിങ്ങനെ ഒരുപാട് മൂവീസ് കാണുന്ന ഒരാളാണ് കേട്ടോ. പ്രത്യേകിച്ച് തിയേറ്ററിൽ ഏത് മൂവി ഇറങ്ങിയാലും ചാടിക്കയറി പോയി കാണുന്ന ഒരാളാണ്. ശിവേട്ടനും മൂവീസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ മൂവീസിനെ പോലെ ഇനിയും നല്ല നല്ല മൂവീസ് വരുമ്പോൾ ഞാൻ റിവ്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ മൂവി റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വളരെ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അറിയാമല്ലോ. സിനിമയുടെ ഉൾത്തലങ്ങളിലേക്ക് പോയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ വളരെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഫിലിം, കണ്ടാൽ അങ്ങനെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന, നമ്മൾ മൈ ഡിയർ കുട്ടിച്ചാത്തൻ അതുപോലെ അങ്ങനെയുള്ള ഫാൻറ്റസി മൂവീസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, അതുപോലെ ഒരു പഴയൊരു ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോവുക. ഇപ്പോഴത്തെ ജനറേഷന് ആ പഴയ കാലത്തെ പരിചയപ്പെടുത്തുകയാണ്. അൾട്ടിമേറ്റ്ലി പറഞ്ഞ തീം ഞാൻ ഒരു രീതിയിൽ പറയാം. അന്നും ഇന്നും ഇപ്പം മഹാഭാരത യുദ്ധം ആണെങ്കിലും രാമരാവണ യുദ്ധമാണെങ്കിലും ഇപ്പോൾ നടക്കുന്ന എന്താണെങ്കിലും തിന്മയ്ക്കെതിരെ നന്മ എന്നുള്ളൊരു കൺസെപ്റ്റാണ് എല്ലാ മൂവീസിലും വരുന്നത് അല്ലേ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഫാൻറ്റസി മൂവീസ്, ഇപ്പം രാമായണം എടുക്കുകയാണെങ്കിലും മഹാഭാരതം എടുക്കുകയാണെങ്കിലും തിന്മയ്ക്കെതിരെ നന്മ എന്നുള്ളതാണ് സെയിം കൺസെപ്റ്റ്. അതാണ് തിന്മയ്ക്കെതിരെ നന്മ. അത് കുറേ സൂപ്പർ ഫാൻറ്റസി ക്യാരക്ടേഴ്സ് നമുക്ക് അത് കാണിച്ചു തരും. ഓക്കെ, അപ്പം എൻജോയ് ദ മൂവി. പോയി കാണുക. തിയേറ്ററിൽ പോയി കാണുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. കാരണം അത് ഒരു അനുഭവമാണല്ലോ. നമ്മളിപ്പോൾ OTT വന്നാൽ പിന്നെ വേറെ സന്തോഷ വാർത്തയും കൊണ്ട് ഇതിൻ്റെ ഇടയിൽ പറയാനുണ്ട്. ഇനിയിപ്പോൾ എങ്ങാനും തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ലെങ്കിൽ സെപ്റ്റംബർ അവസാനമായിട്ട് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യും എന്നൊരു ചെറിയ സൂചനയും കൂടി ഉണ്ട്. ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അത് നിങ്ങൾ നോക്കൂ. കഴിയുന്ന സിനിമ തിയേറ്ററിൽ പോയി കാണും, അതാണ് കുറച്ചും കൂടെ ഭംഗി. ഓക്കെ, ഇപ്പം എൻ്റെ അടുത്ത് ഈ മൂവിയെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞാൽ ഞാൻ എന്ത് പറയും, ഐ വിൽ ഗീവ് ലൈക്ക് 10 out of 10 എന്ന് പറയാൻ പറ്റുമോ, അല്ല 9 out of 10, 9.5 9.45 എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ, അത്രയൊക്കെ കൊടുക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഇതൊരു ഫാമിലി മൂവിയാണ്. നമുക്ക് കുട്ടികളുടെ കൂടെ പോയിരുന്ന് നമുക്കൊരു നല്ലൊരു ബോറടിക്കാതെ നമുക്ക് കാണാൻ പറ്റുന്ന എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. നിങ്ങൾ കാണുന്ന ഓരോ വ്യക്തിക്ക് ഓരോ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇറ്റ്സ് എ ഗുഡ് മൂവി. അപ്പോൾ എൻ്റെ മൂവി റിവ്യൂ ഇഷ്ടമായോ? എനിക്ക് ചെറിയ രീതിയിലൊക്കെ മൂവി റിവ്യൂസ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലായ ശിശ്വന വ്ളോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത മൂവി റിവ്യൂ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.